ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 9. താൻ തന്നെ ആയിരിക്കുക. വളരെ വർഷങ്ങൾക്ക് മുമ്പ് വൃദ്ധനായ ഒരു ദിവ്യൻ പറഞ്ഞു, എൻ്റെ മകനെ, എപ്പോഴും നീ ആരാണ് എന്ന ബോധം വേണം. നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ പല പൊയ്മുഖങ്ങളും അയഥാർത്ഥമായ മുഖങ്ങളും കാണും. ചിലപ്പോൾ അയഥാർത്ഥ മുഖങ്ങൾ നമ്മെ കുഴക്കും. ചിലപ്പോൾ അയഥാർത്ഥമാണ് യഥാർത്ഥമെന്നും നാം മിഥ്യയായിരിക്കാം എന്ന് പോലും നാം വിശ്വസിച്ചേക്കാം. ഇങ്ങനെയാണ് മായ പ്രവർത്തിക്കുന്നത്. നീ ആരാണെന്ന ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും ഉണർവോടെ ഇരിക്കുക. അതായിരിക്കും നിന്റെ ശക്തി. അപ്പോൾ നീ മായയുടെ കളികൾക്ക് അതീതനായിരിക്കും. ഇതാണ് ശരിയായ സ്വാതന്ത്ര്യം. മിഥ്യയിൽ ജീവിക്കുകയും സത്യത്തെക്കുറിച്ച് എപ്പോഴും പൂർണ്ണമായ ബോധമുണ്ടായിരിക്കുകയുമാണ് മോചനം. കാലം കടന്നുപോയി. ആവശ്യം വേണ്ടത് മാത്രമായി വർഷങ്ങളോളം അലഞ്ഞുതിരിയൽ. പല സ്ഥലങ്ങൾ, പല വീടുകൾ, ചിലപ്പോൾ ജീവൻ നിലനിർത്തൽ മാത്രം. ബോധമനസ്സ് മാറ്റങ്ങളെ അംഗീകരിക്കുവാൻ വിസമ്മതിച്ചു. തൽഫലമായി ഉണ്ടായത് ആന്തരിക സംഘർഷമാണ്. ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക തകർച്ച നേരിടുന്ന ഇക്കാലത്ത് പലർക്കും ചിന്താക്കുഴപ്പം ഉണ്ടായേക്കാം. യോഗ്യതകളും അനുഭവജ്ഞാനവും പ്രാഗൽഭ്യവും ഉണ്ടായിട്ടും തങ്ങളെ എന്തിനാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്? തങ്ങൾ ആവശ്യമില്ലാത്തവരാണ് എന്ന തോന്നൽ പലരെയും തകർത്തു കളഞ്ഞു. അത് അവരുടെ ആത്മാഭിമാനത്തെ നഷ്ടപ്പെടുത്തുന്നു. ഈ അവസ്ഥ ഞാനിപ്പോൾ എൻ്റെ ചുറ്റും കാണുന്നു. ഇത് ഈ കാലത്തിൻ്റെ ലക്ഷണമാണ്. നാം ആരാണെന്നും നമ്മുടെ യഥാർത്ഥമായ പ്രകൃതി എന്താണെന്നും നമുക്ക് എപ്പോഴും ബോധമുണ്ടായിരിക്കണം. നാം നമ്മുടെ ഉള്ളിലെ നിത്യമായ ഘടകത്തിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ കൂടെ നിൽക്കുകയും വേണം. എൻ്റെ ജീവിതത്തിലുടനീളം വളരെ വലിയ ഒരു തുടർച്ചാരാഹിത്യം എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഏകദേശം 3 കൊല്ലം കൂടുമ്പോൾ ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നു. ഗവൺമെൻറ് സർവീസിൽ മെഡിക്കൽ ഓഫീസറായിരുന്ന എൻ്റെ അച്ഛൻ 3 കൊല്ലത്തിൽ ഒരിക്കൽ സ്ഥലം മാറ്റപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ചിട്ടകളിലെല്ലാം മാറ്റം വരും. വീട്, കൂട്ടുകാർ, സ്കൂൾ, ചുറ്റുപാട് എല്ലാം മാറും. അച്ഛനമ്മമാർ ഒഴികെ എല്ലാത്തിലും മാറ്റം വന്നിരുന്നു. തുടരെയുള്ള മാറ്റങ്ങളിൽ ഐകരൂപ്യം കണ്ടെത്തുക പ്രയാസമായിരുന്നു. മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. പ്രായപൂർത്തിയായപ്പോൾ തൊഴിൽ രംഗവും വ്യക്തിബന്ധങ്ങളും എപ്പോഴും പ്രക്ഷുബ്ധമായിരുന്നു. താമസ സ്ഥലത്തിൻ്റെ കാര്യത്തിലും ജോലിയിലും ഉണ്ടായ മാറ്റങ്ങൾ വലുതായിരുന്നു. പതുക്കെ പതുക്കെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. ലൗകിക ജീവിതത്തിലെ സ്വാസ്ഥ്യ ഘടകങ്ങളെ ഇല്ലാതാക്കുവാനാണ് മാറ്റങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത്. നാം നമ്മുടെ സ്വാസ്ഥ്യ മേഖലകളിൽ വിശ്രമിക്കുമ്പോൾ വികസനം അസാധ്യമായിത്തീരുന്നു. സുഖ സൗകര്യങ്ങൾ കൂടെ കൂടെ എടുത്തു മാറ്റുമ്പോൾ അലസത ഉപേക്ഷിച്ച് ഊർജ്ജസ്വലരാകുവാൻ നാം നിർബന്ധിതരാകുന്നു. പ്രകൃതി ഈ തിരക്കഥ ഒരുക്കുന്നു. ചെറുക്കുവാൻ നാം കഴിയുന്നത്ര ശ്രമിച്ചേക്കാം. ആ അവസ്ഥയിൽ നമ്മുടെ ദുർബലമായ എതിർപ്പുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നാം പ്രവർത്തിക്കുവാൻ നിർബന്ധിതരായിത്തീരുന്നു. ജീവിതത്തിൽ എല്ലാവരും നേരിടുന്ന വെല്ലുവിളികളിൽ പ്രധാനമായ ഒന്ന് കൂടെയുള്ളവരും ബന്ധുക്കളും അവരെ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. ബന്ധുക്കൾ അവരുടെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ചെന്നു വരില്ല. നിന്ദിച്ചുകൊണ്ടും പഴിചാരിക്കൊണ്ടും എരുതിയിൽ എണ്ണ ഒഴിക്കുകയും ചെയ്യും. ഇത് ഒരുവനെ ഭ്രാന്ത് പിടിപ്പിച്ചെന്നു വരാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് അഹംഭാവത്തെ തകർക്കലും കാർമ്മിക ശുചീകരണവും ആണെന്ന് അറിയുക. ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനം കഠിനമായി വ്രണപ്പെടുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം നിസ്സഹായത തോന്നുന്നു. നിസ്സഹായത ആത്മവിശ്വാസത്തിൻ്റെ നേരെ എതിരാണ്. രണ്ടാമതായി, ബന്ധുക്കൾ ഉൾപ്പെടെ മിക്കവാറും ആളുകൾ നല്ല കാലത്ത് മാത്രം കൂടെ നിൽക്കുന്ന സ്നേഹിതന്മാരാണെന്ന് ചിലപ്പോൾ ക്ലേശങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കും. വിരക്തിയിലേക്കുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അത് സഹായമാകും. ഇത് നിങ്ങളുടെ പ്രതീക്ഷകളെ ഉന്മൂലനം ചെയ്യും. യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുവാൻ നിങ്ങൾ കുറച്ച് സമയമെടുക്കും. അത് എളുപ്പമല്ല. അക്കാര്യം ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ബോധമനസ്സ് ഈ മാറ്റങ്ങളെ, ആഴത്തിലുള്ള മാറ്റങ്ങളെ മനസ്സിലാക്കും. ഇത് മറ്റുള്ളവരെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകളെ നിയന്ത്രിക്കുവാൻ സഹായിക്കുകയും വിരക്തിയെ പരിശീലിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ മുതൽ നിങ്ങൾ ബന്ധമുണ്ടാക്കാതെ പൂർണ്ണമായും നല്ലപോലെ ധർമ്മം നിറവേറ്റും. അങ്ങനെ കർമ്മങ്ങളെ ഉണ്ടാക്കിക്കൂട്ടുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കും. അതുകൊണ്ട് നിഷേധാത്മകമായ കാലങ്ങൾ സാധാരണയായി പഠിക്കുവാനും ആത്മീയ വികാസത്തിനും ഏറ്റവും യോജിച്ചതാണ്. തമസിനെ അഥവാ താമസം വരുത്തലിനെ ഉന്മൂലനം ചെയ്യുവാനും
അവരുടെ ഏറ്റവും അഗാധമായ ഭയങ്ങളുമായി പൊരുത്തപ്പെടാനും ആത്മാവിലേക്ക് എത്താനുമായി അന്വേഷകർ നിർധനരായി അലഞ്ഞുതിരിയാറുണ്ട്. അവർ കാൽനടയായോ സാധാരണമായ യാത്രാസൗകര്യം ഉപയോഗിച്ചോ യാത്ര ചെയ്യുന്നു. അവർ ഒരിക്കലും 3 രാത്രിയിലധികം ഒരിടത്ത് പാർക്കുന്നില്ല. ഭക്ഷണ സാധനങ്ങളോ പണമോ സൂക്ഷിച്ചു വയ്ക്കുന്നില്ല. യാചിച്ച് ദിവസവൃത്തി കഴിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിൽ സഞ്ചാരികളായ സന്യാസിമാർക്ക് ഭക്ഷണം നൽകുന്നത് പുണ്യകർമ്മമായി കരുതപ്പെടുന്നത്. അവർ 3 രാത്രികൾ മാത്രം ഒരു സ്ഥലത്ത് ഉറങ്ങുന്നു. അതുവഴി ഭയങ്ങളെയും ഏകാന്തതയെയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. അവർ വർത്തമാനത്തിൽ മാത്രം ജീവിക്കുവാൻ പഠിക്കുന്നു. അങ്ങനെ എപ്പോഴും അവരുടെ സ്വാസ്ഥ്യ മേഖലകളെ ഇല്ലാതാക്കുകയും സ്വയം ആത്മാവിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. സഞ്ചാരികളായ സന്യാസിമാർ തങ്ങളുടെ ആഹാരം വേവിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വേവിക്കുമ്പോൾ ആയിരക്കണക്കിന് സൂക്ഷ്മജീവികൾ കൊല്ലപ്പെടുന്നു. അവർ അറിഞ്ഞുകൊണ്ടുള്ള വിനാശം ഒഴിവാക്കുന്നു. ഒരു ഗൃഹസ്ഥൻ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഫലം ഇതുതന്നെയാണ്. എങ്കിലും സന്യാസിക്ക് ഭക്ഷണം നൽകുമ്പോൾ അദ്ദേഹം ഗൃഹസ്ഥനെ അനുഗ്രഹിക്കുന്നു. അതുവഴി പചിക്കുന്നത് കൊണ്ട് ഉണ്ടായ പാപം ഇല്ലാതാകുന്നു. ഇതാണ് സന്യാസിയും സമൂഹവും അഥവാ ഗൃഹസ്ഥനും തമ്മിലുള്ള സഹകരണം. വിശക്കുന്ന ഒരാൾക്ക് അയാൾ പുണ്യവാനായാലും പാപിയായാലും ആഹാരം കൊടുക്കുന്നത് പുണ്യമാണ്. ഒരു തരത്തിൽ എൻ്റെ അലച്ചിൽ നേരത്തെ തുടങ്ങി, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അധികമൊന്നും യാത്ര ചെയ്തിട്ടില്ലാത്തവർക്ക് ഇടവിടാതെയുള്ള ഈ യാത്രയുടെ രഹസ്യം മനസ്സിലാവുകയില്ല. എന്നുമുള്ള യാത്ര കൊണ്ട് ഒരാൾ തൻ്റെ ആത്മാവിനെ തന്നെ ആധാരമാക്കുവാൻ നിർബന്ധിതനായി തീരുന്നു. മറ്റെല്ലാത്തിലും മാറ്റമുണ്ടാകുന്നു. എങ്ങനെയാണ് നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ എന്തിനെയെങ്കിലും ഉറപ്പിക്കുവാൻ കഴിയുക? മാറിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പരമാർത്ഥമാണ്. ആന്തരിക സംഘർഷങ്ങൾ ഉണ്ടാകും. ഇത് നമ്മുടെ ആത്മാഭിമാനവും പേരും പ്രശസ്തിയും പദവിയും ആയി ബന്ധപ്പെട്ടതുമാണ്. ഇവയെല്ലാം നിശേഷം നശിപ്പിച്ചാൽ മാത്രമേ നാം ആത്മാവിലേക്ക് എത്തുകയുള്ളൂ. ഇവയെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് കാലമാറ്റങ്ങളിൽ വികാരപരമായ സമീപനം സഹായകമാവുകയില്ല. ആത്മാവിൽ ദൃഢമായി വേരുറച്ച ഒരു സമീപനം സഹായകമാകും. ഇത് നിങ്ങളുടെ ആത്മീയ വികാസത്തെ സഹായിക്കും. പുറത്തുള്ള സാഹചര്യങ്ങൾ മാറിയാലും നിങ്ങൾ ശാന്തനായി നിലകൊള്ളും. ഇത് താരതമ്യേന ഒരുപോലെയുള്ള 12 ചോദ്യങ്ങൾക്കുള്ള എൻ്റെ മറുപടിയാണ്. വർത്തമാനകാലം. ഭൂതകാലത്തെപ്പറ്റി ചിന്തിക്കുക എന്നത് ബോധമനസ്സിൻ്റെ പ്രകൃതിയാണ്. വർത്തമാനകാലത്തിൽ നിൽക്കാൻ വിസമ്മതിച്ചുകൊണ്ട് അത് ഭൂതത്തിനും ഭാവിക്കും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്നു. ഇത് അവബോധത്തിൽ കൂടിയും സാക്ഷീബോധത്തിൽ കൂടിയും മാത്രമേ കുറയ്ക്കുവാൻ കഴിയുകയുള്ളൂ. ചിന്താപ്രക്രിയയുടെ സാക്ഷിയായി നിൽക്കുന്നത് മനസ്സിനെ വർത്തമാനത്തിൽ നിർത്തുവാൻ സഹായിക്കും. ഊർജ്ജനഷ്ടത്തിനും അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണത്തിനും സാധാരണമായ കാരണം അവബോധവും സാക്ഷീഭാവവും ഇല്ലായ്മയാണ്. ശരീരം ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെയധികം ഊർജം മനസ്സുപയോഗിക്കുന്നു. അത് മനുഷ്യനെ തളർത്തുന്നു. പൂർണ്ണമായ ശരിയോ തെറ്റോ ഇല്ല. വർത്തമാനകാലത്തെ കൈകാര്യം ചെയ്യുവാനായി മനസ്സ് എപ്പോഴും ഭൂതകാലത്തിൽ പരതുന്നു. ഉദാഹരണമായി, മഴയത്ത് വഴുതി വീണ ഒരു കുട്ടിക്ക് എപ്പോഴും അതിൻ്റെ ഓർമ്മയും അതിനോട് ചേർന്ന ഭയവും ഉണ്ടായിരിക്കും. ചിലപ്പോൾ വിമാനാപകടത്തെക്കുറിച്ചുള്ള ഒരു പത്രവാർത്ത വായനക്കാരന് വിമാനയാത്രയെക്കുറിച്ച് യുക്തിസഹമല്ലാത്തൊരു ഭയമായി വികസിക്കാവുന്ന ആഘാതം ഉണ്ടായേക്കാം. നാം ഉപബോധ മനസ്സിൽ സൂക്ഷിക്കുന്ന ധാരണകൾ അവയെ യാഥാർത്ഥ്യങ്ങളായി തീർക്കും. നാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കഴിഞ്ഞ കാലത്തിൽ നിന്ന് അഭിപ്രായം തേടൽ നടക്കുന്നുണ്ട്. ഭൂതകാലത്തിൽ നിന്ന് ചപ്പുചവറുകൾ കൊണ്ടുവരുന്നതും അവയെ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതും മാത്രമാണ് പ്രശ്നം. ചപ്പുചവറുകൾ ദൂരെ കളയണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവ നമ്മെ ബാധിക്കും. ഭൂതകാലത്തിൽ നിന്ന് നാം കൊണ്ടുവരുന്ന കുറ്റബോധമാണ് പ്രശ്നം. അത് പാപമല്ല. പാപം എന്ന ഒന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ യഥാർത്ഥ പ്രകൃതിയെ മനസ്സിലാക്കാത്തതാണ് ഏറ്റവും വലിയ പാപം. എന്തുകൊണ്ടെന്നാൽ ഒരു കാരണവും കൂടാതെ ഒരു ജീവിതം പാഴായി പോകുന്നു. അല്ലെങ്കിൽ ഒരു ജീവിതകാലം അജ്ഞാനത്തിൽ കഴിഞ്ഞു പോകുന്നു. ഭൂതകാലം മരിച്ചു. നിങ്ങൾക്ക് പുറകോട്ട് പോയി ഭൂതകാലത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് മരിച്ചവയെ വെറുതെ വിടുക. ഭാവി ഇപ്പോഴും പിറന്നിട്ടില്ല. നിങ്ങൾക്ക് ഇന്നിൽ മാത്രമാണ് പ്രവർത്തിക്കാൻ കഴിയുക. ഇത് ആപേക്ഷികതയിൽ നിന്ന് സമ്മാനമായി കിട്ടിയ വർത്തമാനകാലമാണ്. നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഭൂതവും വർത്തമാനവും ഭാവിയും ഇല്ല. എല്ലാം ഒന്നാണ്. ഉണർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബോധമനസ്സിൽ മാത്രമേ ഭൂതവും വർത്തമാനവും ഭാവിയും ഉള്ളൂ.
അത് ഓർമ്മ വേണം. നിങ്ങൾ വർത്തമാനത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ, നിങ്ങളുടെ മനസ്സ് നിലവിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഊർജ്ജനഷ്ടം ഏറ്റവും കുറവാണ്. അത് ഊർജ്ജത്തെ മിച്ചം വയ്ക്കുവാൻ സഹായിക്കുന്നു. ഊർജ്ജത്തെ കാത്തു സൂക്ഷിക്കുക, ജീവനെ സംരക്ഷിക്കുക. അത് നിങ്ങളെ ഊർജ്ജസ്വലനാക്കി നിലനിർത്തുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ തൊഴിലിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, മറ്റു പരിഗണനകളോ സമ്മർദ്ദമോ കൂടാതെ ജോലിക്ക് പോകുവാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജോലി കൊണ്ട് ക്ഷീണിക്കുകയില്ല എന്ന് ജനങ്ങൾ പറയുന്നത്. ഒന്നും പാപമല്ല എന്ന് അറിയുക. മനസ്സ് ഭൂതത്തിനും ഭാവിക്കും ഇടയിൽ ആടിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ കാലത്തിൽ നിന്നുള്ള കുറ്റബോധത്തെയും അറിയാത്തതിനെയോ ഭാവിയെയോ കുറിച്ചുള്ള ഭയത്തെയും പരിപാലിക്കുന്നു. ഇത് ഊർജത്തെ ചോർത്തിക്കളയുന്നു. ഇത് വളരെയധികം ആകാംക്ഷയെയും ഉണ്ടാക്കുന്നു. വർത്തമാനകാലത്തിൽ സ്ഥിതി ചെയ്യുകയാണ് പരിഹാരം. മനസ്സ് എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടാകണം. ഇത് ഉണർവോടെ ഇരിക്കുന്ന സമയത്ത് മാത്രം ശീലിച്ചാൽ മതി. എന്തുകൊണ്ടെന്നാൽ ഉറങ്ങുമ്പോൾ കാലമോ നിങ്ങളോ ഇല്ല. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾ സമയത്തെക്കുറിച്ച് ബോധവാനാകുന്നുള്ളൂ. താങ്ക് യു. ജയ് മോഹൻജി.